Good morning. Morning. Welcome to the next session of our conference. നമ്മുടെ അടുത്ത കോൺഫറൻസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. As we sit here, my prayer is that this morning you may not hear my own words nor dear brother's own words. ഇന്ന് രാവിലെ ഞങ്ങളുടെ വാക്കുകളല്ല നിങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. But may the Spirit of the Lord control our tongues that what is necessary might come out. ഇന്ന് രാവിലെ ഇവിടെ സംസാരിക്കുവാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. And I also ask each one of you this morning to sit wherever you are and pray that this might not be a time to listen to a good oratory skill. ഇവിടെ വാക്ചാതുര്യം കേൾക്കുവാനായിട്ടല്ല നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നിങ്ങളും ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. We want the Spirit of the Lord to work in our hearts, that the word that is spoken may work within us. നമ്മൾ ഇന്ന് രാവിലെ കേൾക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹം ആയി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Having said that, let's now turn to the portion of our study. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. And that is from chapter 1 of the book of Malachi. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം. And your booklet says that that chapter basically deals with a call for pure worship. വിശുദ്ധമായിട്ടുള്ള ആരാധനയെക്കുറിച്ചാണ് ഈ അധ്യായങ്ങൾ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. I recently read a story I would like to relate to you. അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു കഥ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 3 men in a church were having a heated discussion about tithing. 3 men in a church were having a heated discussion about tithing. ഡയറ്റിങ്ങിനെ കുറിച്ച് ഒരു സഭയിലുള്ള 3 സഹോദരന്മാർ വളരെ ഗൗരവതരമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. The first one said, every time I get my check, I make sure that I give exactly 10% to the Lord. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10% ഞാൻ കൃത്യമായിട്ടും ദൈവത്തിന് വേണ്ടി കൊടുക്കുമെന്ന് അവൻ ഉറപ്പുവരുത്തിയിരുന്നു. Since all 3 were brethren, the second one didn't want to be left out. രണ്ടാമത്തവനും ഒട്ടും കുറഞ്ഞവനല്ലായിരുന്നു. He said, not only that, I take 20% of my paycheck and give it to the Lord. രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു, ഞാൻ എനിക്ക് കിട്ടുന്നതിൽ 20% കൊടുക്കുന്നവനാണ്. While these two were speaking, the third person was sitting there and smiling. മൂന്നാമത്തെ ആൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. You all are like Pharisees, you are hypocrites, he said. നിങ്ങൾ പരീശന്മാരെ പോലെയാണ്, നിങ്ങൾ കപടഭക്തരാണ് എന്ന് താൻ പറഞ്ഞു. I give my 100% to the Lord. ഞാൻ എനിക്കുള്ള 100% കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. The other two wondered, said, how can it be? അതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റു രണ്ടുപേര് ചോദിച്ചു. He said, every time I get my paycheck, my money, ഓരോ പ്രാവശ്യം എൻ്റെ പേച്ചക്ക് കിട്ടുമ്പോഴും I take all that money and walk to my backyard. ആ പണം കൊണ്ട് ഞാൻ എൻ്റെ ബാക്ക് യാർഡിലേക്ക് പോകും. And I throw it up into the heavens to the Lord. ഞാനത് മേളോട്ട് എറിയും. Whatever Lord wants, He can keep. Whatever falls to the ground is mine. കർത്താവിന് വേണ്ടത് എടുക്കാം, ബാക്കിയുള്ളത് താഴോട്ട് വരും. And I see a lot of people smiling. അനേകർ ഇവിടെ ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. What a hypocrite, isn't it? തീർച്ചയായിട്ടും എത്രയോ വലിയ കപടഭക്തി. But beloved, if you think of it truly, we all in many ways are as hypocrite as this man. ഈ സഹോദരനെ പോലെയുള്ള കപടഭക്തരാണ് നാം പലപ്പോഴും. May not be in such drastic sense, ഒരുപക്ഷെ അത്രയും ഗൗരവതരമായ രീതിയിലായിരിക്കില്ല. but in our own ways, we who are called the brethren have our own ways and means of cheating God. ദൈവത്തെ പല വിധത്തിൽ വഞ്ചിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. That was the theme of our message that brother Joe brought in last night, isn't it? കഴിഞ്ഞ രാത്രി സഹോദരൻ ജോ ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. About robbing God out of what is due to him. ദൈവത്തിന് അർഹമായിരിക്കുന്നത് കൊടുക്കാതെ ദൈവത്തെ വഞ്ചിക്കുന്ന ചതിക്കുന്നവർ. And not only does God require what He has given to us, but He also requires all that we have for Him. ദൈവം നമുക്ക് നൽകി തന്നത് മാത്രമല്ല നമുക്കുള്ളത് എല്ലാം തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And as Malachi, whose name means my messenger, begins his message, എൻ്റെ ദൂതൻ അല്ലെങ്കിൽ എൻ്റെ ദൂതവാഹി എന്നാണ് മലാഖി എന്ന വാക്കിന്റെ അർത്ഥം. he is talking to this generation of people returned from captivity. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു കൂട്ടം ആളുകളോടാണ് താൻ സംസാരിക്കുന്നത്. And he is dealing with some things which is very much present even in church age today. ഇന്ന് സഭാ കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. And that is why Malachi's message, as our theme says, is a timely message that applies to each one of us even today. അതുകൊണ്ടാണ് മലാഖിയുടെ ദൂത് എന്നുള്ളത് ദൈവത്തിന്റെ സംയോജിതമായിട്ടുള്ള സന്ദേശം എന്നുള്ളത്. If you want to look into the background of Malachi, I'd like to
run very quickly through a short background of this book. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം വളരെ ചുരുക്കമായിട്ട് പറയുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. will put a few dates, but that's not important for us this morning. ചില തീയതികളൊക്കെ ഞാൻ പറയും, അത് വലിയ പ്രാധാന്യമായിട്ടുള്ള കാര്യമല്ല. Those dates are what is given in my Bible. The dates may be different in your Bible. ഒരുപക്ഷെ എൻ്റെ ബൈബിളിലുള്ള ഡേറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ബൈബിളിലുള്ളത്. But what we know is that Jews were taken captive into Babylon. യഹൂദന്മാരായ ആളുകളെ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോയി. And they say around 536 BC, the first group of returnees came back to Jerusalem. BC 536 ആദ്യത്തെ ഗ്രൂപ്പ് ആളുകൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. A Jew named Zerubbabel was the leader and Joshua was the spiritual leader. അന്നത്തെ ലീഡർ സെരുബാബേലായിരുന്നു, അവരുടെ ആത്മീക ലീഡർ എന്നുള്ളത് ജോഷുവയായിരുന്നു. And their mission was to come to Jerusalem and build the temple. യെരുശലേമിലേക്ക് വന്നിട്ട് അവിടെ ദേവാലയം പണിയുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. And they come and they expediently, very fast, they start the process. വളരെ വേഗത്തിൽ തന്നെ അവര് ദേവാലയം പണിയാനായിട്ട് ആരംഭിച്ചു. But then they face some opposition and guess what? The process stops. അങ്ങനെ പണിയാൻ ആരംഭിച്ചപ്പോൾ എതിർപ്പുകൾ ഉണ്ടായി. And this thing is stopped for good 15 years. ഏകദേശം 50 വർഷത്തോളം ആ പണി അവിടെ നിർത്തിവെക്കുവാനായിട്ടിടയായി. 15 വർഷത്തോളം നിർത്തിവെക്കുവാനായിട്ടിടയായി തീർന്നു. And that is the time when Haggai and Zechariah, the prophets, come and minister to the people. ആ സമയത്താണ് ഹഗ്ഗായിയും സെക്കറിയാവും ആ ദൈവജനത്തിന്റെ ഇടയിലേക്ക് വന്നിട്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തത്. Especially Haggai, if you read, you will understand that he is specifically talking to Zerubbabel and Joshua to lead the people to complete the temple work. ദൈവജനത്തെ ആ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഹഗ്ഗായി പ്രത്യേകമായിട്ട് ചെയ്തത്. Encouraged by this message, the people start the work. അങ്ങനെ ജനം പണി ആരംഭിച്ചു. And within 5 years, they finished the work of the temple. 5 വർഷം കൊണ്ട് ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. After they finish the work of the temple, the people start getting comfortable living in the land. അങ്ങനെ ദേവാലയമൊക്കെ പണിത് ദേശത്ത് അവര് വളരെ ശാന്തമായിട്ട് ജീവിക്കുകയാണ്. And they go get their families and they spread out in the land. Some people live in Jerusalem, some people live around in villages, and they start farming and getting comfortable in this place. ചിലർ യെരുശലേമിൽ തന്നെ താമസിച്ചു, മറ്റു ചിലരെ ചിതറി യെരുശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് ശാന്തമായിട്ട് അവർ ജീവിച്ചു. If you look at it, 58 years passes like this. അങ്ങനെ 58 വർഷങ്ങൾ കടന്നുപോയി. And at the end of 58 years, we see a man named Ezra coming to scene. ആ 58 വർഷം കഴിഞ്ഞപ്പോൾ എസ്ര എന്നുള്ള ഒരു മനുഷ്യൻ വരുന്നതായിട്ട് നാം കാണുന്നു. Ezra, who is in Babylon, decides to take a trip down to Jerusalem. എസ്ര ആ സമയത്ത് ബാബിലോണിലായിരുന്നു. അവൻ അവിടെ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. And when he comes back, his mission is to straighten out the spiritual degradation of the people. അവിടെ ഉണ്ടായിരുന്ന ആത്മീകമായ അധപതനത്തെ നേരിടുക എന്നുള്ളതാണ് താൻ ചെയ്തത്. He has heard of a few things that's happening amongst the people and he wants to get it all straightened out. ആ ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് താൻ കേൾക്കുകയും അതിനെ നേരെയാക്കുവാനായിട്ട് താൻ പരിശ്രമിക്കുകയും The ചെയ്തു. first problem is that the Jews decided to get married to the people around them. യഹൂദന്മാരായ ആളുകൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടകലർന്ന വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് തുടങ്ങി. And Ezra knows the very danger of doing that. അങ്ങനെ ചെയ്യുന്നത് മുഖാന്തരമുള്ള അപകടം എന്താണെന്ന് താൻ മനസ്സിലാക്കി. Because he reminds them, he says, think of Solomon, what happened to him. ശലോമോൻ രാജാവിന് സംഭവിച്ചത് എന്താണെന്ന് അവൻ ഓർപ്പിച്ചു. He says that he was the brightest, the most smart king, but in his folly he decided to marry foreign women. ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഈ രാജാവ് വിദേശീയരായിട്ടുള്ള അന്യ ജാതികളിൽ നിന്നുള്ള ആളുകളെ വിവാഹം കഴിക്കുവാനായിട്ട് തുടങ്ങി. And look at the result of what happened. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. And you can see the degradation that act of folly from Solomon brought into the land. ശലോമോൻ ചെയ്ത ആ പ്രവൃത്തി ആ ദേശത്തിന് കൊണ്ടുവന്ന നാശം എന്താണെന്ന് നമുക്കറിയാം. And it tells that the root cause of your captivity is in fact what started with Solomon. ആ ശലോമോന്റെ സമയത്ത് ആരംഭിച്ചതാണ് നിങ്ങൾക്ക് ഈ പ്രവാസം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. And he cleans them up in a very drastic sense. വളരെ നന്നായിട്ട് താൻ അവിടെ ഒരു ശുദ്ധീകരണം നടത്തുവാൻ ഇടയായി. He is very strict with the people of Judah at that time. യഹൂദന്മാരോട് വളരെ കർശനമായിട്ട് താൻ നേരിട്ടു. And he takes care of their spiritual well-being. മാത്രമല്ല അവരുടെ ആത്മീയമായിട്ടുള്ള ആ ക്ഷേമമായിരുന്നു അവന്റെ ലക്ഷ്യം.
13 years later, 13 വർഷം കഴിഞ്ഞപ്പോൾ another person enters the scene. ആ രംഗത്തേക്ക് വേറൊരാൾ കടന്നു വന്നു. He does not bring anybody else with him, he just comes on his own. വേറെ ആരെയും കൊണ്ടുവരാതെ താൻ തന്നെയാണ് വന്നത്. Zerubbabel and Ezra brought a group of people with them. എസ്രായും അതുപോലെ തന്നെ സെരുബ്ബാബേലും ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് വന്നത്. But Nehemiah comes on his own. എന്നാൽ നെഹമ്യാവ് തനിയെയാണ് വന്നത്. And he comes in to set the morality of the people. ആ ജനത്തിന്റെ ധാർമ്മികമായിട്ടുള്ള അധപതനത്തിൽ നിന്ന് അവരെ ഉദ്ധരിക്കുക എന്നുള്ളതായിരുന്നു നെഹമ്യാവിന്റെ ലക്ഷ്യം. Not only that, he wants to organize the administration of the people. മാത്രമല്ല ജനത്തെ ഏത് രീതിയിൽ ഭരിക്കണമെന്നുള്ളതും താൻ ക്രമീകരിക്കുവാനിടയായി തീർന്നു. He has some administrative skills, we know for sure. മാത്രമല്ല നെഹമ്യാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. And he comes and he governs the land for good 12 years. 12 വർഷത്തോളം ആ ദേശത്തെ നെഹമ്യാവ് ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. After 12 years, he leaves and goes back to serve his king in Babylon. 12 വർഷത്തിന് ശേഷം താൻ സേവിച്ചുകൊണ്ടിരുന്ന രാജാവിന്റെ അടുക്കലേക്ക് താൻ മടങ്ങിപ്പോയി. We do not know how long he stayed in Babylon, but after a while he came back. എത്ര നാൾ ബാബിലോണിൽ താൻ താമസിച്ചെന്ന് അറിഞ്ഞുകൂടാ. അതിനുശേഷം താൻ മടങ്ങി വന്നു. There is all probability from the things that are quoted in the book of Malachi that Malachi administered during this time. ആ സമയത്താണ് മലാഖി പ്രവചിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. The reason I'm trying to tell all these things is to prove a point. ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളോട് ഊന്നി പറയുവാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. Because when Malachi enters the scene, there is a new generation of Jews in the land. മലാഖി രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ തലമുറ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. At least 60 to 70 years have passed since the first wave of immigrants came back to the land of Israel. പ്രവാസത്തിൽ നിന്ന് വന്ന ആദ്യത്തെ ആളുകൾക്ക് ശേഷം 60-70 വർഷങ്ങൾ കടന്നുപോയി. These are the children who were probably born in Jerusalem and the surrounding area. ഒരുപക്ഷേ യെരുശലേമിലും അതിന് ചുറ്റുമുള്ള സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം ഈ തലമുറയിലെ ആളുകൾ. These are the people who have been bred in the Jewishness. അവരിൽ തീർച്ചയായിട്ടും ആ യഹൂദന്മാരുടേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. They have not seen the captivity. അവർ പ്രവാസം കണ്ടവരല്ല. They have not experienced the agony of living away from their land. അവരുടെ ദേശത്തു നിന്ന് വേറൊരു ദേശത്ത് താമസിക്കുന്നതിന്റെ കാഠിന്യത്തെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. But they have been born and brought up in all the comforts of their own land possible. അവരുടെ സ്വന്തം ദേശത്തെ എല്ലാവിധമായിട്ടുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ച ഒരു കൂട്ടം ഒരു തലമുറക്കാർ. Don't you think you can kind of identify with these people now? അവരോട് നമുക്ക് ഏകീഭവിക്കുവാനായിട്ട് കഴിയുകയില്ലേ? We who call ourselves the brethren, നാം നമ്മെ തന്നെ ബ്രദറൻ എന്ന് വിളിക്കുന്നു. most of us proud to call ourselves the third and the fourth and the fifth generation of it. ഒരുപക്ഷേ 3, 4, 5 തലമുറയിൽ നിന്ന് നമുക്ക് അഭിമാനിക്കുവാനായിട്ട് കഴിയും. And I can tell I am as brethren as anybody else standing here. നിങ്ങൾ ഇവിടെയുള്ള മറ്റാരെയും പോലെ ഒരു ബ്രദറനാണ് ഞാനും. I know how to talk like a brethren. I know how to walk like a brethren and look like a brethren. ഒരു ബ്രദറിനെ പോലെ സംസാരിക്കുവാനും നടക്കുവാനും വീക്ഷിക്കുവാനും എനിക്ക് കഴിയും. I have done it all. I have seen it all in my young age. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. When you look at the Jews of this time, they can vouch for whatever I just said. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും യഹൂദന്മാരെ സംബന്ധിച്ചും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. They have seen everything, but there is a problem. എല്ലാ കാര്യങ്ങളും കണ്ടവരാണ് അവർ, എങ്കിലും ഒരു പ്രശ്നം എവിടെയുണ്ട്. They have not experienced the power and love of God first hand happening in their own life. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയും മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് ആദ്യമായിട്ട് സാധിക്കുകയാണ്. To further prove this point, let's go to the book of Nehemiah. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. Nehemiah chapter 13. 13-ാം അധ്യായം. And if brother could read from verse 4 to 9. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എലിയാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവനൊരു വലിയ അറ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തൊരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവിയർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്ക് ഉദർച്ചാർപ്പണവും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്ഥശ്രേഷ്ഠാവിൻ്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിൻ്റെ അടുക്കൽ പോയിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നാറ് എലിയാശീബ് തോബിയാവിന് ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിൻ്റെ വീട്ടു സാമാനങ്ങളൊക്കെ അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. Now let's go back a couple of verses and read
the first verse of chapter 13. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്.